City Gold, Gold and Diamonds. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. അതേപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ദുബായ് കമ്മിറ്റിയുടെ, അബുദാബി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകൾ, അതേപോലെ നമ്മുടെ ബഷീർ മാസ്റ്റർ അവറുകൾ, അതേപോലെ ബാലട്ക ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി ബി ഇബ്രാഹിം ഹാജി, അതേപോലെ മൊയ്തീൻ ചാണ്ടിമൂല, അദ്ദീൻ അൽഹംദുലില്ലാ മാഷാ ചാനൽകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരു ചെറിയ ക്ഷണം വെച്ചപ്പോൾ ഒരു ദർസിൻ്റെ പുനരാരംഭം എന്നുള്ള നിലക്ക് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ സെക്രട്ടറിയോടും അതേപോലെ പ്രസിഡൻറ്റിനോടും കാര്യം പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ വളരെ നല്ല നിലക്ക് അവരെ റെസ്പോൺസ് ചെയ്യുകയും വൈക്കം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ദർസിനെയും ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളെയും വളരെയധികം ആഗ്രഹിക്കുന്ന, ദീനിനോട് മഹബത്ത് വെക്കുന്ന ഒരു നാടാണ്. അല്ലാഹു തആല ഇതേപോലെ ഖിയാമത്ത് നാൾ വരേക്കും നിലനിർത്തി തരുമാറാവട്ടെ. ചുറ്റുപാട് ഭാഗങ്ങളിലൊന്നും ഇല്ലാത്ത കാലത്ത്, ദർസൊന്നും ഇല്ലാത്ത കാലത്ത് കാസർഗോഡ് കഴിഞ്ഞാൽ മേൽപ്പറമ്പും കഴിഞ്ഞാൽ പിന്നെ ദർസുള്ളത് 100 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 80 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പൈക്കയിൽ ദർസുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദർസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അൽമർഹൂം തൊട്ടി മാഹിൻ ഉസ്താദ് അവരുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ദർസിലേക്ക് ദർസ് പഠിക്കാൻ വേണ്ടി പണ്ടത്തെ കാലത്ത് ഇവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് തൊട്ടി മാഹിൻ ഉസ്താദ് ദർസ് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ഉസ്താദിനിക്ക് എന്തോ സംഭവിച്ച കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട തൊട്ടി മാഹിൻ ഉസ്താദ് അവർ മേൽപ്പറമ്പ് ദർസിലേക്ക് ഖത്തീബ് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി ദർസിൽ ചേരുകയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദർസ് പണ്ട് കാലം മുതലേ ഇവിടെയുണ്ട്. അത് നിലനിർത്താൻ വേണ്ടി നാട്ടുകാരായ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അതിൻ്റെ ഒരു പരിപാടി എന്നുള്ള നിലക്ക് ഈ വർഷത്തെ അധ്യയന വർഷത്തിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളൊക്കെയും നല്ലവരായ ആളുകളുടെ സഹകരണം കൊണ്ട് തന്നെയാണ്. അൽഹംദുലില്ലാ ഇനിയും ഉള്ള കാലങ്ങളിൽ ചെറിയ കാലയളവിലായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെയും ആഗ്രഹിക്കുന്ന ചെറിയ സമയത്ത് പെട്ടെന്ന് പഠിച്ചു തീർക്കണമെന്നാണ്. അപ്പോൾ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9, 10, +1, +2 കഴിയുമ്പോഴേക്ക് തന്നെ ദർസിൽ പഠിക്കേണ്ട കിതാബുകൾ ഏകദേശം പഠിപ്പിക്കുകയും അവരെ മോട്ടിവേഷൻ ചെയ്ത് അവരെ ഉഷാറാക്കിയെടുത്ത് ദീനിയായ നിലക്കും അതേപോലെ ഭൗതികമായ നിലക്കും അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ദർസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നിങ്ങൾക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ്, പല ഇടങ്ങളിൽ ദർസുകളൊക്കെയും നല്ല ഉഷാറായി വന്നു. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അൽഹംദുലില്ലാ കുട്ടികൾക്ക് ഉറങ്ങാനുള്ള, കിടക്കാനുള്ള നല്ല സൗകര്യവും, അതേപോലെ പ്രത്യേകം പള്ളിയിൽ കുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കിയാൽ പള്ളിയുടെ അദബിനിക്ക് എന്തെങ്കിലും ക്ഷതകം വരുമെന്ന് പേടിച്ചുകൊണ്ട് വേറെ ഒരു ബിൽഡിംഗ് ആക്കുകയും
ഇതിൽ അൽഹംദുലില്ലാ വളരെ നല്ല നിലക്ക് ദർസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി മുമ്പന്തിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ അതേപോലെ കമ്മിറ്റി ഭാരവാഹികളെ ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒമ്പാഴ്ചയും അതേപോലെ ഗൾഫ് സമിതികളും മുത്തഅല്ലിമീങ്ങൾക്ക് വസ്ത്രത്തിന് വേണ്ടിയും എല്ലാ വെള്ളിയാഴ്ചയും മുത്തഅല്ലിമീങ്ങളുടെ ചെലവിന് വേണ്ടിയുള്ളതായ പൈസ ക്രോഡീകരണവും ഇതെല്ലാം നടക്കുന്നു. ഇതിനൊക്കെല്ലാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഇനിയും ഇതിനേക്കാൾ ഉഷാറായ നിലക്ക് എല്ലാ ആളുകളും ഈ ദർസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മുടെ ആഖിറത്ത്, നമ്മൾ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടായി കിട്ടുന്നത് ഈ ദർസാണ്. ഈ ദർസിലേക്ക് അത്രയും പ്രാധാന്യതയുണ്ട്. ഒരു ഖബർസ്ഥാനത്തിലൂടെ ഒരു മുത്തഅല്ലിം കടന്നു പോയാൽ തന്നെ ആ ഖബറിൽ ഏതെങ്കിലും ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷയിൽ നിന്ന് മോചനം നൽകിയതായ എത്രയോ കഥകൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവങ്ങളും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനേക്കാളും കാലത്തിന് യോജിച്ച നിലക്ക് കമ്മിറ്റി ദർശനം തങ്ങളുടെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായ ഈ സ്റ്റേജിൽ പരിസരത്തിൽ എല്ലാവരുടെയും പേര് പറയാൻ എല്ലാവരും പരിശുദ്ധമായ ദീനിൻ്റെ ആധീനമാണ് അംഗീകരിക്കുന്നതാണ്. ഉദ്ദേശിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കി ആ രൂപത്തിലുള്ള ദർശന സംവിധാനമാണ് അപ്പോൾ എൻ്റെ പിതാവ് പഴയകാലത്ത് തന്നെ മൊഗ്രാനിൽ ദർസ് ആരംഭിച്ച വ്യക്തിയായിരുന്നു. വാപ്പ അവിടുന്ന് ദർസ് പുതിയ പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് ആരംഭിച്ച അവസരത്തിലാണ് ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദന്മാരൊക്കെ ഇവിടെ പഠിച്ചു കൊണ്ടത്. ആദ്യത്തെ ആ SSLC പാസ്സായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൊഗ്രാനിൽ ദർസുണ്ട്, ഞങ്ങളുടെ ദർശനം ചേരാമെന്ന് പറഞ്ഞെടുത്തത്. അവിടെ എൻ്റെ പിതാവ് തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് സാധാരണ പറയായി. അവിടെ നിന്ന് തുടങ്ങിയതായ പഠനം അത് വലിയ വലിയ പണ്ഡിതന്മാർ മുഖ്യത്തി മുസ്ലിയാർ, ബാത്തവി, അതേപ്രകാരം സെക്രട്ടറി അബൂബക്കർ മുസ്ലിയാർ, അതും അവരൊക്കെ അടുത്ത ശിഷ്യന്മാർ. അങ്ങനെ ആ പഴയ സംവിധാനത്തിൽ നിന്ന് പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാരായി വളർന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ദർസുകൾ നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ ഏൽപ്പറമ്പ് ഉസ്താദായിരുന്നു ഞാനറിയുന്ന. അപ്പോൾ ഈ ദർസ് സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും സൗകര്യമായ രൂപത്തിൽ പിന്നീടാണ് ആരംഭം കുറിക്കപ്പെട്ടത്. ആദൂരിലാണെങ്കിലും അതേ പ്രകാരം തന്നെ മറ്റുള്ള പരിസര പ്രദേശങ്ങളിൽ വ്യാപിച്ചതിന് ശേഷം അവിടെ നേരത്തെ പറഞ്ഞതുപോലെ മാലിക് ദീനാർ ദർസ്, അതേ പ്രകാരം തന്നെ നെല്ലിക്കുന്ന് ദർസ്, അതൊക്കെ പ്രമുഖ ദർസുകളായിരുന്നു. അപ്പോൾ അന്ന് പഠിക്കാനുള്ള സൗകര്യം വളരെ തുച്ഛമായിരുന്നു. അന്ന് വലിയ പ്രയാസത്തിലാണ് മുക്കാലിമീങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് കിടന്നുറങ്ങാനൊരു പായ് വേണമെങ്കിൽ, കാരണം മുക്കിക്കാനുള്ളതും ഒരു പായ് കിടക്കാനുള്ള പായ് വേണം. അതെന്ന് വെച്ചാൽ പറയും ആരെങ്കിലും മരിച്ചാൽ ആ വയ്യത്ത് കെട്ടിക്കൊണ്ട് വന്ന് പായ നിൽക്കരുതാണ്. അങ്ങനെ ബുക്ക് ചെയ്ത് നിൽക്കുന്നൊരു സ്വഭാവക്കാരൊക്കെ അങ്ങനെ പഠിച്ചിട്ടല്ല. ഞാനിങ്ങനെ വലിയ പണ്ഡിതന്മാരൊക്കെ ആരും ഞാൻ പഠിക്കുന്നത് തന്നെ ഞാൻ പഴയ സാരിയ ഈ കല്ലട്ര മായിച്ച് അയാളിപ്പോൾ കണ്ടത്തിൽ കാതറാജ് അയാൾ നടത്തിക്കൊണ്ടിരുന്നത് പഴയ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സാരിയാണ്. എൻ്റെ ബാപ്പ എന്നെ കൊണ്ട് നമ്മുടെ അവരാടിൻ്റെ അതിനുശേഷം CK ഉസ്താദുണ്ടായിരുന്നു.
അവരും അവിടെ നിന്നാണ് ഞാൻ പിന്നീട് സനതുമായി ബന്ധപ്പെട്ടുള്ളത്. ആ സമയത്ത് ഓരോ മാസത്തിലും ഒരു ടംപ് അവിടെ നിന്ന് വരും. കുമ്പളങ്ങാൻ കയറ്റിയ ഒരു ടംപാണ് ഒരു മാസത്തെ സാധനം അതിലുണ്ടാവും. അതല്ലാതെ വേറെ മീനോ മത്സ്യമോ അല്ലെങ്കിൽ കോഴിക്കറിയോ അതൊന്നും ഇവിടുന്ന് കിട്ടുകയുള്ളൂ. ഈ കുമ്പളങ്ങാൻ്റെ കറിയും ചോറും ഭക്ഷണവും അങ്ങനെ കഴിക്കണം. അങ്ങനെ ഉമ്മയോട് പറഞ്ഞു, അല്ല ഞാൻ എൻ്റെ പാപ്പാക്ക് ഒരു മകനാണ്, കുറച്ച് വാത്സല്യത്തോടെ വളർന്നവനാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പാപ്പ പറഞ്ഞതെന്ന് അറിയും, ഞാൻ നല്ലൊരു മുദ്രസിൻ്റെ അടുത്താണ് എന്നെ കൊണ്ടുവിട്ടത്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടില്ല, അങ്ങനെ ഇടച്ചോറൊന്നും ഇല്ലാതായിട്ടില്ല. അപ്പോൾ ആ രൂപത്തിലാണ് മക്കളെ അന്ന് പഠിപ്പിച്ചുകൊണ്ടത്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ അതൊന്നും നോക്കുകയും പഠനം പൂർത്തിയായി നടക്കണം. അതുപോലെ തന്നെ നമ്മളുടെ നല്ല ഒരു ഉസ്താദ് നല്ല പണ്ഡിതനാണ്. അതേ പ്രകാരം തന്നെ സനത് എന്ന് രണ്ടുണ്ടല്ലോ, മുടക്കമില്ലാത്ത അതോടുകൂടി വലിയ പ്രയാസം നമ്മളുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ അത് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്ന് അറിയുകയില്ല. ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ഒരു നല്ലൊരു വലിയ കെട്ടിടം അവിടെ ഉയർന്നു വന്നല്ലാതെ വേണ്ടുന്ന രൂപത്തിലുള്ള പഠനം നടത്താനുള്ള ഒരു നമുക്കെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി പൂർത്തിയാക്കത്തിലുള്ളതാകട്ടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ദർസ് നമ്മൾ എന്നും നിലനിർത്തേണ്ടത് നമ്മുടെ മുത്താലിമ്യങ്ങളോട് നമ്മൾക്ക് വലിയ സ്നേഹം വേണം. നമ്മുടെ സ്വന്തം മക്കളെ പോലെയാണ് അതില്ല. അപ്പോൾ ഇന്ന് ഈ പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം വരുന്നവരാണ്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറാകണം. ഇന്ന് ഒരു മുത്താലിമിന് 1000 രൂപയെ കൊടുക്കുന്ന ദിവസം മാസത്തിൽ കാരണം നിൽക്കുന്നില്ല, ഒഴിഞ്ഞു പോകുന്നു. അത് ഏറ്റപ്പെടുത്തുന്നവരാണ് ഉലമാ. ഉലമാ വാസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ പ്രവർത്തനമാണ് ഉലമാരിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ കൃത്യനിഷ്ഠമായി ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരായി ജീവിച്ചാൽ അവരിൽ കുറേ ധാരാളം നന്മകൾ നമ്മൾക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉസ്താദന്മാരുടെ നടപടിക്രമങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വളർന്നു വരുന്നതായി ഒരു പണ്ഡിതനായി അങ്ങനെ കുറേ ജനങ്ങൾക്ക് ഇൽമുകൾ പഠിപ്പിച്ചു കൊടുത്താൽ കൊടുത്ത ഭക്ഷണന്മാരെല്ലാം കൊടുത്തു, എന്തെല്ലാം അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, അതിൻ്റെ പുറകിലുമൊക്കെ ആ കൊടുത്ത വീട്ടുകാർക്ക് കിട്ടുന്നത് യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ഹൗസലാകുന്നങ്ങൾ എൻ്റെ മുമ്പ് ഒരു ദർസിൽ കൊണ്ടുപോയി ബഗ്ദാദിൽ ഒരു ദർസിൽ അവിടെ പറഞ്ഞയച്ചു. ആ ദർസിൽ അയച്ചാവസരത്തിൽ ഉസ്താദ് ഒരു വീടിലെ ഭക്ഷണത്തിന് വേണ്ടി ഏർപ്പാടാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തു. ആ വീട്ടിൽ പോയി നിന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ദുആ ചെയ്തു പള്ളിയിലേക്ക് തന്നു. പിറ്റേ ദിവസവും ആ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതല്ലാതെ ഒന്നും ദുആ ചെയ്തില്ല. 3-ാം പ്രാവശ്യവും പോയി. 3-ാമത്തെ ദിവസം ഒന്നും ദുആ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യം. അവിടെ നിന്ന് ആദ്യം ദുആ ചെയ്തു, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് ഒന്നും ദുആ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൗസലാറിനെ വിളിച്ചിട്ടുണ്ട്. സുഖമായി അങ്ങനെ നിങ്ങൾ മാറി നിന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൗസലാറിനോട് പറഞ്ഞത്, ആദ്യം അവർക്ക് ഞാൻ ദുആ ചെയ്ത അവസരത്തിൽ അവർക്ക് കിട്ടുന്നതായ അനുഗ്രഹത്തിൻ്റെ വിവരണം കണക്കുകൾ എഴുതി ഇതുവരെ മലക്കുകൾക്ക് പൂർത്തിയായിട്ടില്ല. അവരുടെ ദർശനമാണ്. അവരുടെ വലിയ വിലായത്തിൻ്റെ മുഖാവരുത്തിയ ഒരു കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഈ മഴയും അദ്ദേഹം പഠിക്കുന്ന ഇൽമു പഠിക്കുന്ന ആ കുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് ആഖിറത്തിൽ കിട്ടുന്നതായ വലിയ ബഹുമാനവും ആദരവും അല്ലാഹു കാണിച്ചു കൊടുത്തു. ആ ദർശനം മൂലം അറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് രണ്ടും പിന്നെ അവർക്ക് ആഖിറത്തിൽ വലിയ ഒരു നിലപാടുകൾ തന്നെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസത്തെ അവർക്ക് കിട്ടുന്നതായ കാര്യങ്ങൾ കുറിച്ച് ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ആ സമയത്ത് വീണ്ടും ഞാൻ ദുആ ചെയ്യുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ താലിമ്യങ്ങളെ സ്വന്തം മക്കളെ പോലെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം നമ്മുടെ മക്കളെ തന്നെ ആലിമ്യങ്ങളാക്കണം എന്നാണ് ദീനിൻ്റെ കടപ്പാട്. പക്ഷെ അതിനുള്ള സൗകര്യമൊന്നും എല്ലാവർക്കും ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് ഒരു മുട്ടായി കൊണ്ട് ഭക്ഷണം കഴിച്ചു, ആ കുട്ടിയോട് നല്ല സന്തോഷ പരസ്പരം പെരുമാറി തിരിച്ചേക്കുമ്പോൾ വലിയ ബഹുമാനം ആദരവും ആ വീട്ടിൽ ഉണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ആ വീട്ടിൽ ഉണ്ടാകുന്നു, യാതൊരു സംശയമില്ല. പിന്നെ അലിമ മുത്തഅലിമ മുസ്തമിം എന്ന് പരിശുദ്ധമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആലിമകൾ ആലിമാണെങ്കിലും മുത്തഅലിമീങ്ങളാണ്. ആലിമ് നീ ആകാൻ പറ്റുന്നില്ലെങ്കിൽ മുത്തഅലിമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇൽമ് എപ്പോഴും എനിക്കും അറിവ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവനാകണം. അത് മുസ്തമിയാണ്. അല്ലെങ്കിൽ അവൻ നല്ല ഇൽമുകൾ പറയുന്നവരൊക്കെ കേൾക്കാൻ, നമ്മുടെ വേറൊക്കെ ഉള്ള സമയത്ത് അവിടെ കേൾക്കാൻ വെറുതെ എന്നാൽ മതി. അതൊക്കെ അതിൻ്റെ ഇൽമിൻ്റെ ഒരു ബഹുമാനത്തിനും മുദ്രത്തിൽപ്പെട്ടാണ്. അപ്പോൾ മുസ്തമിയൻ മുഹിബൻ അല്ലെങ്കിൽ മുത്താലിമികളെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവർക്കും സാധിച്ച അഞ്ചാവനാവരുതേ എന്നാണ് മുസ്ലിം സന്ദാശം. സ്നേഹം വെക്കുന്നവരാണെങ്കിലുമാണ്, അല്ലാതെ വെറുക്കുന്ന വിഭാഗത്തിൽ വിട്ടുപോകരുത്. അതാണ് സ്ഥലമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ നമ്മൾക്ക് സാധിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികൾ അവർ നടത്തി വന്ന ഒരു സമ്പ്രദായമാണ് ദർശി. അത് ചെയ്യാവുന്ന ദിവസം കൂടി നമ്മൾക്കും നമ്മുടെ തലമുറകൾക്ക് നടത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അവരെയും നമ്മളെയും ആവശ്യമാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇതുവരെ ഇവിടെ ഇരുന്ന നമ്മുടെ എല്ലാ നേതൃത്വവും, എല്ലാ സഹോദരന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും സ്നേഹത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മഹത്തായ ഈ ഒരുമിച്ച് കൂടുതലും ഞങ്ങളുടെ പിരിവുകളും നിന്റെ പൊരുത്തത്തിലാക്കി തരണം. ഞങ്ങൾ തുടങ്ങി വെച്ച ഞങ്ങളുടെ ഊസ് പരിപാടി വളരെയധികം സന്തോഷമാണ്. വേണ്ടുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മുടങ്ങാത്ത രൂപത്തിലുള്ള ഒരു വിജയം നീ നൽകി അനുഗ്രഹിക്കണം. തങ്ങളവർക്ക് എല്ലാവിധ ആശംസകളും. പണ്ട് കുമ്പളങ്ങാൻ്റെ കളിയാണ് കൂടെ അദ്ദേഹത്തിൻ്റെ ഉമ്മാട് പോയി കംപ്ലൈൻറ്റ് വന്നപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഇന്ന് നിലത്തില്ല, കുമ്പളങ്ങാടൊപ്പം പോയി കഴിയും എല്ലാ സൗകര്യവും ബ്രഹ്മമാരെല്ലാം സൗകര്യം കൊടുത്തത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതല, അതായത് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ ജമാഅത്തിൻ്റെ വഴി നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യം നമ്മളെ പരമാവധി നമ്മൾ ചെയ്തു. അപ്പോൾ ഒരു വീട്ടുകാരും എൻ്റെ വീട്ടിലേക്ക് അയക്കേണ്ട എന്ന് ഈ നമ്മുടെ ജമാഅത്തിന് ആരും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇനിയും കുറച്ച് കുട്ടികളോട് കൂട്ടണം. നിങ്ങൾക്കുള്ള അസൗകര്യം നിങ്ങൾ ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങളതിൻ്റെ പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഈ കുമ്പളങ്ങാ കറി നിങ്ങൾ എപ്പോഴും ഓർമ്മ വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളൊരു കംപ്ലൈൻറ്റ് പറയാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സി.എം. മുഹമ്മദ് മദനിയാവുകൾ, ഇപ്പോൾ പരിപാടിക്ക് നിങ്ങളുടെയൊക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട നമ്മുടെ റാജി വാക്കപ്പീരിൻ്റെ ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഞായി സാഹിബ്, ബി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇബ്രാഹിം കുഞ്ഞിപ്പാറ, നമ്മുടെ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഞാമലി സാഹിബ്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെ വൈക്കം ജമാഅത്തെ സംബന്ധിച്ചിടത്തോളം, വൈക്കം ജമാഅത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ ഒരു നിമിഷമാണ്. കാരണം എന്നും മുത്തഅലിമീങ്ങളെയും ദർസിനെയും കൂട്ടിപ്പിടിച്ച ഒരു ജമാഅത്ത് കമ്മിറ്റി ജമാഅത്ത് അംഗമാണ്. ഒരിക്കലും ഞങ്ങളതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഇവിടെയൊക്കെ 25ഓളം മുത്തഅലിമീങ്ങൾ പഠിച്ചൊരു സംഭവമുണ്ട്. നമ്മുടെ സുബൈദാരി പുസ്തകമൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് 25ഓളം മുത്തഅലിമീങ്ങൾ ഈ ദർസിൽ പഠിച്ചിരുന്നു. അവരൊക്കെ പലരും ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി പല പള്ളികളിലും ഇമാമും ഉദ്ദേശിമാരായി ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവും. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി സംസാരിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. കാരണം നിങ്ങൾ എവിടെ പോയി ഇതുവായിരുന്നാലും നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പല നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ദുആ അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത് നിങ്ങളിൽ നിന്നുണ്ടാവണം. അതിനുവേണ്ടി എല്ലാവിധ പരിസരവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം.
മനോഹരമായ കെട്ടിടമാണ് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിപ്പാറ ഹാജി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നമുക്ക് പണിത് തന്നത്. വളരെ വിശാലമായ കിടപ്പുമുറികൾ, അതുപോലെ തന്നെ ബാത്റൂം, പഠന സൗകര്യങ്ങൾ ഒക്കെ വളരെ നല്ല നിലയിൽ അദ്ദേഹം ഈ ദർശനയും അതുപോലെ തന്നെ ഇതിൻ്റെ അനുബന്ധ സംഘടനകളൊക്കെ ജമാഅത്തിനൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സ്ഥലം ഇപ്പോൾ നമ്മളൊക്കെ അത് ആധാരമാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരാഴ്ച എൻ്റെ അത് ആധാരമായി കിട്ടും. അവിടെ ഒരു മനോഹരമായ ഒരു മദ്രസ കെട്ടിടമാണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമാണ് ഇതുണ്ടായിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ നമുക്ക് ജമാഅത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇൽമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബസ്സിൻ്റെ ചാർജ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ബസ്സിൽ പുത്തൂർക്ക് പോകേണ്ട സമയത്ത് അവിടെ VK ബഷീർ അവിടെ മറ്റേ KSRTCയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കണക്ഷനൊക്കെ അതിൻ്റെ ചാർജൊക്കെ അല്ലേ എളുപ്പമായി തന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായില്ല. എല്ലാവരും ഓരോരാൾ പേര് പറയുന്നില്ല, എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവസരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ദർസ് ഉഷാറായി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള അനുബന്ധ കലാപരിപാടികളൊക്കെ നമ്മുടെ മതപരമായിട്ടുള്ള റബീഉൽ പരിപാടിക്കൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം പ്രോത്സാഹനമൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ഒരു ദർസ് വിദ്യാർത്ഥികളുടെ കലാമത്സരം എന്ന നിലയ്ക്കുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉഷാറായിക്കൊണ്ട് പിന്നെ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണം. നിങ്ങൾക്ക് ഉസ്താദ്, നിങ്ങൾക്ക് മഹാഭാഗ്യന്മാരാണ്. നിങ്ങൾക്ക് ഉസ്താദ് ഞാൻ വെറും മതപരമായിട്ടുള്ള മാത്രം വിദ്യാഭ്യാസമില്ല, ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടി അദ്ദേഹത്തിനുണ്ട്. വളരെ ഉന്നതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ നിങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ട് വളരെ നല്ലൊരു തൈലിമായി വളർന്ന് കൂടുതൽ അഭ്യസിക്കുന്നതിന് വേണ്ടി കോളേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഭിമാനിക്കാവുന്ന ഒരു അവസരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ ഞാൻ ഇത് വീണ്ടും പരിശുദ്ധ റമദാൻ മാസത്തിന് ശേഷമുള്ള പഠനാരംഭമാണ്. പിന്നെ ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞില്ല, 3 വർഷം ഉസ്മാരാസി 2 വർഷം, എനിക്ക് 3ാമത്തെ വർഷം. ഉസ്മാരാസി വക്കലുകളുടെ വൈദ്യരുടെ നേതൃത്വത്തിലും ഈ ദർശന പുനരാരംഭം ഉദ്ഘാടനം ചെയ്തപ്പോൾ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് എല്ലാവിധ പിന്നെ ആശംസകളും മനോഹരമായ വ്യത്യസ്തമായ ചടങ്ങുകളാണ് സംബന്ധിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പള്ളി ദർശനം നമ്മുടെ നമ്മളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ ഇന്നും ആ ഒരു പ്രഭ ജയിച്ചുകൊണ്ട് നമ്മുടെ പള്ളി ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം ലഭിച്ച കുട്ടികളാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നതാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അതിപ്രസരത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന വർഷം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ അവസരത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് ഇൽമു വരാൻ വേണ്ടി പ്രസ്താവിച്ച പോലെ സ്വന്തം മാതാപിതാക്കളെ കുടുംബക്കാരൊക്കെ ഉപദേശിച്ചുകൊണ്ട് ആൾക്കാരുമായി വിട്ടുകൊണ്ടുകൊണ്ട് ഇന്നെത്തി ഇൽമു നുകർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം ഭാഗ്യം ലഭിച്ചതാണ്. അതൊരു വലിയൊരു തൗഫീഖ് കൂടിയാണ്. ഒരു ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉമ്പാഴ്ച രണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് എപ്പോൾ നമ്മുടെ ദുബായ് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. എന്നും ഏതൊരു മീറ്റിംഗ് തുടങ്ങുമ്പോഴും ആദ്യം ഇപ്പോഴത്തെ സൂചിപ്പിക്കുന്ന കാര്യം നമ്മുടെ പള്ളി ദർശനത്തെക്കുറിച്ച് തന്നെയാണ്. എല്ലാ വർഷവും ദുബായ് ജമാഅത്ത് ജനങ്ങൾക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ നൽകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇവിടെ ദർശകരാകുന്ന കാലത്ത് അത് തുടരാൻ വേണ്ടി ഇവിടെയൊക്കെ യുവാവിൽ ഉൾപ്പെടുത്തണം. ഇതിനുവേണ്ടി അവിടെ സഹകരിക്കുന്ന പാവപ്പെട്ട പ്രവാസികളാണ്. നിങ്ങൾക്കറിയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യം. അവരൊക്കെ വളരെ ഭീഷണിയിലാണ്, യുദ്ധത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു ഭീഷണിയിലാണ് പ്രവാസികളായിരിക്കുന്നത്. അതിനിടയിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്ത് പിന്നെ പരിഗണനകൾ ചോദിച്ചാലും അറിയാം നല്ല സന്തോഷത്തോടുകൂടി സഹകരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി എല്ലാ സദസ്സിലും നിങ്ങൾ യുവാവിൽ ഉൾപ്പെടുത്തണമെന്നത് സാന്ദർഭികമായിട്ട് ആവശ്യപ്പെടുകയാണ്. അവർക്ക് വേണ്ടി അവരുടെ ദീർഘായുസിനും അവരുടെ കുടുംബത്തെ സമാധാനത്തിനും വേണ്ടി ഒക്കെ യുവാവിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ഈ ദർസ് എന്നും ഉള്ളവരുടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ പറയാനുള്ള കാര്യവും പ്രൊഫസറാണ് മാഷോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എല്ലാവർക്കും ഈ ബസ്സിൻ്റെ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഉസ്താദിനോട് പറയാനുള്ളത് കഴിയുന്നതും ഇൻഷാ അല്ലാഹ്
കുറച്ചും കൂടി കുട്ടികളെയും കൂടി കൂടുതൽ കൂട്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് വരാറുണ്ട്. ജമാഅത്തിൻ്റെ കമ്മിറ്റിൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമാണ് ഇൻഷാല്ലാ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പറയുന്ന ഇൻഷാല്ലാ. അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് കഴിയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുട്ടികളെ കൂട്ടിയിട്ട് നമ്മുടെ ഈ നാടിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉസ്താദ് സ്വയം ശ്രമിക്കണം ഇൻഷാല്ലാ. ഞങ്ങളോടും പിന്നെ എനിക്ക് പ്രത്യേക റിക്വസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മളെ ഹിഫ്ളുൽ ഖുർആൻ്റെ ആ കാര്യം ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മളെ വീടിന് ഇൻഷാല്ലാ ഇപ്പോൾ അടുത്ത് നമ്മുടെ മദ്രസ ഇപ്പോൾ അവിടെ മദ്രസ നടക്കുന്നുണ്ട്. അടുത്ത ഇൻഷാല്ലാ നമ്മുടെ മദ്രസ കിട്ടുന്ന ഇൻഷാല്ലാ റെഡിയാവും. അപ്പോൾ റെഡിയായി അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊന്ന് പ്രത്യേക ഒരു കാര്യമാണ് അതിന് നൽകണം. ഇങ്ങനെ ഏത് വിധത്തിലായ മനസ്സില്ല നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഏത് വിധത്തിലായ മനസ്സില്ല ഇപ്പോൾ നമ്മൾ തന്നെ കമ്മിറ്റിയിലായ മനസ്സില അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീഴിലായിട്ട് നമുക്ക് അവിടെ നടത്താൻ എങ്ങനെയുള്ളത് തങ്ങളൊന്ന് ആലോചിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യണം ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും അവിടെ വീണ്ടും ഖുർആൻ തുടങ്ങാനും ഇവിടുത്തെ ദർസ് അതുപോലെ നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷപ്പെടുത്തിട്ട് എല്ലാവരും ജീവിതത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിട്ട്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اللهم إنا نستودعك دولة الكويت. اللهم إنا نستودعك المملكة العربية السعودية. اللهم إنا نستودعك دولة الإمارات العربية المتحدة. اللهم إنا نستودعك مملكة البحرين. اللهم إنا نستودعك دولة قطر. اللهم إنا نستودعك سلطنة عمان. اللهم إنا نستودعك بلاد المسلمين. اللهم عليك بمن آذانا. اللهم عليك بمن عادانا. اللهم عليك بالظالمين المعتدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم منزل الكتاب مجري السحاب هازم الأحزاب اهزمهم وزلزلهم يا قوي يا عزيز.
റീറ്റെയിലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 949. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.